ഒരു പ്രശ്നം മിസ്റ്റർ റഹീം. സന്ദീപ് നായർ ബിജെപി ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല എന്ന് അമ്മ പറഞ്ഞു എന്നും സന്ദീപ് നായരുടെ ഫേസ്ബുക്കിൽ ബിജെപി നേതാക്കളുമായുള്ള ഫോട്ടോ ഉണ്ട് എന്നതുമാണ് നിങ്ങൾ അദ്ദേഹം ബിജെപി പ്രവർത്തകനാണ് എന്ന് പറയുന്നതിന്റെ കാരണം. ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു ഇ.പി. ജയരാജന്റെ മകനെതിരായി ഉയർന്ന ആരോപണത്തിന് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്, അതോടൊപ്പം മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു എന്ന്. CPM സംസ്ഥാന സെക്രട്ടറി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ? ഒരു കാര്യം കേൾക്കൂ, നിങ്ങൾ പറഞ്ഞത് എത്ര കളവാണ്, എന്ത് വസ്തുതാ വിരുദ്ധമാണ്. എന്നിട്ട് CPM പ്രവർത്തകനാണ് എന്ന് നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസാ കൊടുത്തത്. അതായത് നിങ്ങൾ അതിന് നിശ്ചയിച്ചത് അദ്ദേഹത്തിന്റെ CPM ബന്ധം ബ്രേക്കിംഗ് ന്യൂസ് ഉള്ള വാർത്താമൂല്യമുള്ള ഒരു വാർത്തയായിട്ടാണ് നിങ്ങൾ ഇതിനെ കണ്ടത്, ആഘോഷിച്ചത്. നിങ്ങൾ രാത്രിയിൽ തിരുത്തിയപ്പോഴെന്താണ് കേരളം അറിയുന്നു ആ മകൻ CPM അല്ല എന്ന് മാത്രമല്ല BJP ആണ്. അതും ആ അമ്മയുടെ സോഴ്സ് മാത്രമേ ഉള്ളൂ. ആ അമ്മ BJP ആണെന്ന് പറയുമ്പോൾ അത് ബ്രേക്കിംഗ് ന്യൂസേ അല്ല, അതൊരു വാർത്തയേ അല്ല. ഷാനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഏതൊരാളെയും ഇതുപോലെ ആർക്കും വേട്ടയാടാമെന്ന നില വരരുത്. രാഷ്ട്രീയം പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം പറയണം. അത് വസ്തുതയാകാം, ഇനി വസ്തുതയില്ലെങ്കിലും രാഷ്ട്രീയം പറഞ്ഞു. രാഷ്ട്രീയം പറയുമ്പോൾ എതിരിൽ നിൽക്കുന്ന എങ്ങനെയാണ് സ്ഥിരീകരിക്കേണ്ടത്? അതായത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി മന്ത്രിയുടെ മകനുമായും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനുമായും ഒക്കെ അടുത്ത ബന്ധമുണ്ട്, അതിൽ ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ട്, കൈക്കൂലി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് മുന്നിൽ വരുന്നത്. അത് വസ്തുതയാണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? നിങ്ങളുടെ ചാനലിലെ പ്രമുഖ അവതാരകനായ അയ്യപ്പദാസിന് പറയട്ടെ പ്ലീസ്, അയ്യപ്പദാസിന് സ്വർണ്ണക്കടത്ത് പ്രതികളുമായി അടുത്ത ബന്ധമുണ്ട്, അവരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട്, ഹവാല ഇടപാടുകൾ പോലും ഉണ്ട് എന്ന് ഞാൻ ആരോപിച്ചാലോ? അങ്ങനെ ആരോപിക്കണം. താങ്കൾ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് താങ്കൾ തെളിയിക്കണം. അതല്ല ഉദ്ദേശം, ഞാൻ മാറി